ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് SFIയിലായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജ് അറിയാലോ, SFIയുടെ കോട്ടയാണ്. ഇവിടെ SFI ആകാതെ തരവില്ല. അപ്പോൾ ഞാൻ അന്ന് ഈ KSUക്കാരുടെ ഒരു മുദ്രാവാക്യം വിളി, ഒരു ആവേശവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, മറ്റുള്ള കോളേജുകളിലൊക്കെ ഉണ്ട്. അപ്പം ഈ ചരിത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ വയലാർ രവി, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, VM സുധീരൻ, അവരുടെ ഒരു പിന്നീട് പിൽക്കാലത്ത് പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അതുപോലെ അവരുടെ അനുഭവക്കുറിപ്പുകളൊക്കെ എഴുതുമ്പോഴും ഒക്കെ ഈ KSUവിൻ്റെ ഒരു ആവേശം, അത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടന, ഇത്രയും ആ ഒരെണ്ണ സമരത്തിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ KSUവിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന സമയമാണ്. അപ്പോൾ പഴയ ആ ഒരു പ്രതാപകാലം ഇടയ്ക്ക് വെച്ച് നമുക്ക് എങ്ങുകൊണ്ടോ നഷ്ടപ്പെട്ടു പോയി. ആ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച കാണുകയാണ്. വളരെ സന്തോഷമാണ്. കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം എല്ലാ കലാലയങ്ങളെയും തിരിച്ചു പിടിക്കുന്നത് കാണുമ്പോൾ വളരെ ഒരു സന്തോഷമാണ്. അത് ആ KSU വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഇപ്പോൾ SFI പ്രബലമായ വിദ്യാർത്ഥി സംഘടനയാണ്, അടിച്ചമർത്തുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. നിങ്ങൾ SFI ആണ് എന്ന് അവർ തീരുമാനിച്ചാൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ SFI ആണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി KSUവിൻ്റെ ഒരു അഭിപ്രായ അഭിപ്രായമുള്ളിടത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതുപോലെ എതിരഭിപ്രായം ഉള്ളതുപോലെ KSUവിനകത്ത് ഒരു പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സുഖകരമായ ഒരു അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയാൽ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ അലോഷി സേവ്യറിൻ്റെ നേതൃത്വത്തിൽ KSU കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എന്താ പറയുക പൊന്നാപുരം കോട്ടകൾ, SFIയുടെ പൊന്നാപുരം കോട്ടകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. കാര്യം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നതുപോലെ KSU കേരളത്തിൽ തളുത്തു വരുന്ന കാണുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. കാര്യം KSU വിദ്യാർത്ഥി സംഘടനയാണ് എല്ലാത്തിനും ആധാരം. അപ്പോൾ അതിനെ ഇപ്പോൾ KSUവിൻ്റെ ദീർഘകാലത്തെ പോരാളിയാണ്. ഇപ്പോഴും മനസ്സിൽ KSUവിനെ സൂക്ഷിക്കുന്ന ആദർശിനോട് നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. ആദർശ് കുറച്ചും കൂടി ഭംഗിയായിട്ട് അത് പറയും. ചില കാലഘട്ടങ്ങളിൽ 1-2 കോളേജുകളിൽ അല്ലെങ്കിൽ 1-2 യൂണിവേഴ്സിറ്റികളിലൊക്കെ KSU വിജയിക്കാറുണ്ട്. എന്നാൽ ഇത് തുടർച്ചയായിട്ട് ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലും KSU വലിയ രീതിയിൽ മുന്നോട്ട് വരികയാണ്. അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൻ്റെതായ ഒരു അനിവാര്യമായ ഒരു മാറ്റം KSUവിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരു കാലത്തൊക്കെ കോൺഗ്രസ്സിന് ഒരു മുഖം നൽകിയത് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ്. ഇപ്പം പലപ്പോഴും മറ്റ് സംഘടനകളുടെയൊക്കെ മാതൃസംഘടന ആണ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഊർജ്ജം നൽകുന്നതെങ്കിൽ KSUവിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിനൊരു വർദ്ധിത ആവേശം എല്ലാ കാലത്തും നൽകിയത് KSU ആണ്. അല്ല, അത് ഇപ്പം പറഞ്ഞാലേ ഉമ്മൻചാണ്ടി സാറോ അല്ല, ആ ഒരു പഴയ തലമുറ കഴിഞ്ഞിട്ട് PT തോമസിനെ പോലെ വളരെ ശക്തരായ KSU പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നു. PT തോമസ്, നമുക്ക് പറയുമ്പോൾ ജെയ്സൺ ജോസഫ്, അല്ലെ വിഷ്ണുനാഥ്, ഇവരൊക്കെ പിന്തുടർന്ന് പോകുന്നൊരു രീതിയുണ്ട്. മഹാരാജാസ് കോളേജ് പോലെ SFIയുടെയും അല്ലെ CPMൻ്റെയും ഒക്കെ കോട്ടകൊത്തളത്തിൽ കയറി അവരെ ആ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ച് കയറി വന്ന ആളാണ് നമ്മുടെ PT തോമസിനെ പോലുള്ള KSU നേതാക്കൾ. അദ്ദേഹം മരിക്കുന്ന കാലഘട്ടം വരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന മികവ് ആ KSUവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പം ആ KSUവിൻ്റെ അല്ലെങ്കിൽ ആ KSUവിൽ വർക്ക് ചെയ്തിരുന്ന PT തോമസിനെ പോലെയുള്ള ആശാന്മാരുടെ കൂടെ നിന്ന ആളാണ് ഈ അലോഷ്യസിനെ നമുക്കറിയാലോ. അലോഷ്യസ് PTയുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു. ആ PTയുടെയൊക്കെ ആ ഒരു സിദ്ധാന്തങ്ങളോടും അല്ലെങ്കിൽ ആ പ്രവർത്തന രീതികളോടും ഒക്കെ ഏറ്റവും കൂടുതൽ അടുപ്പം പാലിച്ചിരുന്ന ആളാണ് അലോഷ്യസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നിപ്പോൾ അലോഷ്യസിനും ആ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത്. അതൊരു സാധ്യതയല്ലേ? അല്ല, കേരളത്തിൽ KSU ഇങ്ങനെ ഒരു പടന്ന് പന്തലിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളെ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ തരവില്ല. കാര്യം അലോഷിയെ നമ്മൾ ആദ്യം അലോഷി കടന്നു വരുമ്പോൾ ആക്ച്വലി നമ്മളെയൊക്കെ ഒരു അത്ര വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല. എന്തുകൊണ്ട് KSUവിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രസ്ഥാനം, മഹാരഥന്മാരായ നേതാക്കന്മാരിരുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു താരതമ്യേന ഒരു ചെറിയ പയ്യൻ വരികയാണ് എന്നാണ് നമ്മളെല്ലാവരും എല്ലാവരും അങ്ങനെയാണ് കരുതിയത്. പക്ഷേ അലോഷി നമ്മൾ കരുതിയതിനേക്കാളൊക്കെ അപ്പുറമായി. കാര്യം ഒരു വലിയൊരു കൊടുങ്കാറ്റ് പോലെയാണ് കേരളത്തിൽ. അത് നമുക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ്. കാര്യം മധ്യവയസ്കരായാലും യുവാക്കളായാലും വിദ്യാർത്ഥികളായാലും എല്ലാവർക്കും ഒരു ആവേശമാണ്. കോൺഗ്രസ് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ KSUവിലൂടെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആദർശ് പറഞ്ഞ പോലെ തന്നെ
KSU ആണ് അടിസ്ഥാനം. KSUവിൻ്റെ നിന്നാണ് ചുവട് വെക്കുന്നത്. അപ്പോൾ KSUവിൻ്റെ ഒരു വരവ് നമുക്ക് വളരെ സന്തോഷം ചെയ്യണം. അതിന് നമുക്ക് അടുത്ത കാര്യം പറയേണ്ടത് നമ്മുടെ പി രാജീവ്, നമ്മുടെ ധനകാര്യമന്ത്രി അല്ലേ, ധനകാര്യമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. കാര്യം ഇന്ത്യ മുന്നണിയോട് ചേർന്നത് കൊണ്ടാണ് കേരളത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോയെന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണിയോട് ചേർന്നത് കൊണ്ടാണ് അവർക്ക് മരപ്പട്ടി ചിഹ്നം ഒഴിവാക്കാൻ പറ്റിയത്. അത് വളരെ പിന്നെ അദ്ദേഹം എന്താ പറയുക, ഈ പാലം കടക്കുവോളം നാരായണ, അത് കഴിഞ്ഞാൽ പിന്നെ കുരായണ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. CPM ഇന്ന് സ്വീകരിക്കുന്ന ഒരുതരം നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. അവർക്ക് കേരളം എന്നൊരു തുരുത്തില് സാമ്പത്തികമായിട്ട് നിലനിന്ന് പോവണം. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിലെ CPM അല്ല, CPM-നെ വിമർശിക്കുന്നു. അതായത് ആ പാർട്ടിയിൽ അല്ലെങ്കിൽ ആ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇപ്പം ബിനോയ് വിശ്വം സെക്രട്ടറി ഒത്തിരി കാലത്തിന് ശേഷമാണ് CPI-യുടെ ഒരു ശബ്ദം നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. മുൻപ് നമുക്കറിയാം, പിന്നെ പല ആളുകളും ഉണ്ടായിരുന്നു, CPI-യുടെ നേതാക്കന്മാർ വളരെ ശക്തരായ CPM-നെ വിമർശിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ CPM-ൽ വരുന്ന പുഴുക്കുത്തുകളെ അവർ നേരിട്ടിരുന്നു. പിൽക്കാലത്ത് വന്ന് നമ്മൾ CPI എന്നൊരു CPM എന്ന സംഘടനയെ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ആ വലിയേട്ടൻ്റെ നിഴലിൽ മാത്രമായി പോയിരുന്നു CPI. എന്നാൽ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കാരണം നമുക്ക് തിരുത്തൽ ആവശ്യമാണ്. ആ പാർട്ടിയിൽ അല്ലെങ്കിൽ CPM-ൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ അപജയത്തിന് ഇടതുമുന്നണിക്ക് കാരണമായത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ആ ഇടതുപക്ഷ മുന്നണികളിൽ എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട്. CPI കുറച്ചുകൂടെ നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ശരിക്കും പറഞ്ഞാൽ മുന്നണിയിൽ നിൽക്കേണ്ട ആൾക്കാരല്ല. അവർ ശരിക്കും പറഞ്ഞാൽ പുറത്തു വരേണ്ട ആൾക്കാരാണ്. പുറത്തു വരാനുള്ള എല്ലാ ചാൻസും നമ്മൾ കാണുന്നുമുണ്ട്. നമ്മൾ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, CPI-യുടെ 5 സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നു എന്നുള്ളത്. നമ്മൾ പറഞ്ഞത് വ്യക്തമായ തെളിവാണ്. CPI-യുടെ ആർക്കും ജയിക്കാൻ കഴിഞ്ഞില്ല. ആ അതേ നാണയത്തിൽ തന്നെ അവർ തിരിച്ചടിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. അല്ല, അതിനൊന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു 4 സീറ്റിലും CPM കാലുവാരുമെന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പം ഇന്ന് ബിനോയ് വിശ്വം വ്യക്തമായി പറഞ്ഞത്, ഞങ്ങൾ ചെങ്കോടി പിടിച്ചാണ് ശീലം, ഞങ്ങൾ കരിങ്കൊടി പിടിക്കാൻ പറ്റില്ല എന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം നമ്മൾ കമ്മ്യൂണിസം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആശയങ്ങളുള്ളവരും ഭൂരിഭാഗം പേരും കമ്മ്യൂണിസം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാര്യം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു വേറിട്ട ആശയമാണ്. പക്ഷേ ഇന്നത് നശിച്ചു, ഇന്നത് മരിച്ചുപോയി. ഇന്നിപ്പോൾ ഉള്ള CPI-യുടെ 1-2 നേതാക്കന്മാരുണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ യുവതലമുറ, ഇപ്പോൾ SFI ആയിക്കോട്ടെ, AISFI ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളായാലും എല്ലാവരും കമ്മ്യൂണിസം മറന്നുപോയി. ഇപ്പോൾ അവർ തിരുത്തൽ ഇല്ലല്ലോ, ഏകാധിപത്യ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കിം മോൺ ജുൻ മറ്റേ ഉത്തര കൊറിയയുടെ ഭരണാധികാരി പറയുന്നത് പോലെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയാണ് അവിടെ. പിന്നെ അതിനകത്ത് അഭിപ്രായമില്ല, അഭിപ്രായം പറയാനുള്ള ഇതില്ല. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രശേഖരൻ്റെ TP ചന്ദ്രശേഖരൻ്റെ ഗതികേടിലാവും. ഇവിടെ ഈ പിണറായി വിജയൻ സത്യത്തിൽ പാർട്ടിയുടെ അവസാന നാളുകളിലെ വിഭ്രാന്തിയാണ് പിണറായിൽ നിന്നുണ്ടാകുന്നത്. രാഷ്ട്രീയമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും അത് അതിൻ്റെ അതിരുവിറ്റ് അതിൻ്റെ അങ്ങേ തലക്കെത്തി. ഒരു പക്ഷേ ഗതികേട് കൊണ്ടാവുന്ന CPI-ക്ക് ഇത്രയും രൂക്ഷമായി പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ല, CPM-ന്റെ ഒരു നിലപാടുകളല്ലാവേ ഒരു നമ്മൾ പറഞ്ഞല്ലോ, സാറ് പറഞ്ഞ കമ്മ്യൂണിസം ഇവിടെ ആവശ്യമാണെന്ന്. പക്ഷേ കമ്മ്യൂണിസം ആവശ്യമെന്ന് പറയുന്നത് അത് താഴെത്തട്ടിലുള്ള ആളുകൾക്ക് കമ്മ്യൂണിസം ഒരു കാലത്ത് ആവശ്യമായിരുന്നു. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് കൂടെ വളർന്നു വന്നവരെല്ലാം മുതലാളിത്ത വ്യവസ്ഥയാണ് സ്നേഹിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണേലും അദ്ദേഹത്തിൻ്റെ മരുമകനാണേലും ഇവരെല്ലാം കൂടെ കൂട്ടുകൂടിയിട്ട് ഒരു മുതലാളിത്ത വൽക്കരണമാണ് കേരളത്തിലെ CPM-നെ കൊണ്ടെത്തിച്ചത്. ഇപ്പം കേന്ദ്രത്തിലെ CPM-നെ നമുക്കറിയാം, അവർ തകർന്നടിഞ്ഞു പോയി, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ ഫണ്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്ന കേരളത്തിലെ CPM-നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് എന്താണ് സാധാരണക്കാരെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ വരെയാണ് കമ്മ്യൂണിസ്റ്റ് എല്ലാവരും കണ്ടിരുന്നത്. ആ കാലഘട്ടം പോയി. ഇവർക്ക് മനസ്സിലായി, ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഞങ്ങൾക്ക് മുതലാളിമാരെ സ്നേഹിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലെ സ്ഥിതി നോക്കാം. ഏറ്റവും വലിയ മുതലാളികളോട് തോളെ കൈയിട്ട് നടക്കുന്നവരാണ് അവർ. ഇപ്പം നമ്മൾ കരുവന്നൂർ കണ്ടു. അപ്പോൾ അവിടെ കരുവന്നൂർ പോലെ അത്രയും കോടിക്കണക്കിന് രൂപ വെട്ടിച്ച ഒരു ബാങ്കിൻ്റെ ഫണ്ട് എവിടെയും നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ CPM നേതാക്കന്മാരുടെയും അവിടുത്തെ സെക്രട്ടറിമാരുടെയും അവരുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അത് ED കണ്ടെത്തി, അല്ലെങ്കിൽ ED പിടിച്ചെടുത്തു. അപ്പോൾ നമുക്കറിയാം, മുതലാളിത്തത്തെ സ്നേഹിക്കുകയാണ് ഇവിടുത്തെ CPM. അല്ല, അതുപോലെ തന്നെ ഇപ്പം രാധാകൃഷ്ണൻ പുള്ളി നല്ലൊരു മന്ത്രിയായിരുന്നു, നല്ലൊരു നേതാവായിരുന്നു.
ഇവരുടെ ഈ ഒരു ധാർഷ്ട്യമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. സത്യപ്രതിജ്ഞ ചെയ്യാൻ ചെല്ലുമ്പോൾ പിന്നെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് കോൺഗ്രസിൻ്റെ 101 പേരുടെയും കയ്യടിയാണ് അദ്ദേഹത്തിനുണ്ടായത്. അല്ലെങ്കിൽ അയാൾ ആര് ശ്രദ്ധിക്കാനാണ്? ആകെ 2 പേരാണുള്ളത്. സീതാറാം യെച്ചൂരിക്ക് രാജീവിൻ്റെ അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രാജീവ് വിചാരിക്കുന്ന നമ്മളിപ്പോഴും വലിയ പ്രസ്ഥാനമാണ്. നമ്മൾ EMSൻ്റെ കാലത്ത് കെ നായനാരുടെ കാലത്ത് ഉണ്ടായിരുന്ന കഴിഞ്ഞ UPA സർക്കാരിന് പിന്തുണ കൊടുത്ത 64 പേരുള്ള ഇടതുപക്ഷം എന്നാണ്. ഇന്ന് ഇടതുപക്ഷം ഇല്ല എന്നുള്ളത് രാജീവ് മനസ്സിലാക്കുന്നില്ല. ഇന്നുള്ളത് അമ്മായിയപ്പനും മരുമകനും തമ്മിലുള്ള ഒരു പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ് CPM. അത് മനസ്സിലാക്കുന്നില്ല.